പോയിക്കൊണ്ടിരിക്കുന്നു. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന അനേകരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. അനേകരും സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളിൽ നാമും പലരും ആ കഷ്ടങ്ങളിലൊക്കെ ഒരർത്ഥത്തിൽ നാമും ഇരകളാണ്. എങ്കിലും ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവമക്കളായിരിക്കുന്ന നമ്മൾക്ക് ഒരു പ്രത്യാശയുണ്ട്. എന്താണ്? ഏത് കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ അറിയുന്നു ഇതെല്ലാം നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങളാണ്. ആമേൻ. ഈ ലോകത്തിൽ എന്ത് തന്നെ കഷ്ടങ്ങൾ ഉണ്ടായെന്ന് വന്നാലും, അത് പീഡകളാകട്ടെ, ഉപദ്രവങ്ങളാകട്ടെ, രോഗമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, എന്ത് തന്നെയായാലും അതെല്ലാം നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ്. നമ്മൾക്കിതിനപ്പുറത്ത് ആ തേജസ്സിന്റെ അത്യന്ത ഘനം നമുക്കുള്ളത് കൊണ്ട്, ആ പ്രത്യാശ ഉള്ളത് കൊണ്ട് ആമേൻ, ദൈവജനം അധൈര്യപ്പെട്ടു പോകരുത്. ദൈവജനം ആ പ്രത്യാശയോടുകൂടെ ജീവിക്കുവാൻ ഇടയായി തീരണം. ഞാനിങ്ങനെ ആമുഖമായി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. 1 മണിക്കൂർ സമയമാണുള്ളത്. അതിനുള്ളിൽ എന്റെ വാക്കുകളെ ചുരുക്കി ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, കൊർന്നലിയോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് അപ്പോസ്തലൻ ചെന്നപ്പോൾ ഇങ്ങനെ ആമുഖമായി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് കൊർന്നലിയോസ് ഒരു ബ്രേക്ക്. അദ്ദേഹം പറയുകയാണ്, കർത്താവ് നിന്നോട് കൽപ്പിച്ചത് ഒക്കെയും കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുൻപാകെ ഇരിക്കുന്നു. ആമേൻ. ഈ പോഡിയത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ഓരോ ദൈവഭൃത്യന്മാർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യമാണ്. എന്താണ്? കർത്താവ് കൽപ്പിച്ചത് ഒക്കെയും പറയണം. ഇത് പറഞ്ഞാലും കർത്താവ് കൽപ്പിച്ചത് മാത്രം പറയുവാനാണ് എനിക്ക് അനുവാദമുള്ളത്. അപ്പോൾ തന്നെ കർത്താവ് കൽപ്പിച്ചത് ഒക്കെയും പറയണം. Everything that God has commanded, ദൈവം എന്നോട് കൽപ്പിച്ചതായിട്ടുള്ളതെല്ലാം പറയണം. അപ്പോൾ തന്നെ നാം എല്ലാവരും, നിങ്ങൾ മാത്രമല്ല ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആരുടെ മുൻപാകെയാണ്? ദൈവത്തിന്റെ മുൻപാകെയാണ് ഇരിക്കുന്നത് എന്ന ചിന്തയോടുകൂടി ഇന്ന് രാത്രികാലം ഈ സന്ധ്യാസമയം നമ്മൾക്കായിരിക്കാം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, അതിന്റെ 1 മുതൽ 15 വരെയുള്ള വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, അതിന്റെ 1 മുതൽ 15 വരെയുള്ള വേദഭാഗം. ഈ വേദഭാഗത്തിൽ നിന്ന് നമ്മൾ വളരെയധികം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. മിക്ക പേർക്കും ഈ സംഭവം അറിയാവുന്നതാണ്. എങ്കിലും ഇന്ന് രാത്രികാലം കർത്താവിന് ഈ വേദഭാഗത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ നിലയിൽ നമുക്ക് അധികൃതരായിരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തിട്ടുള്ള വീര്യപ്രവർത്തികളിൽ 4 സുവിശേഷങ്ങളിലും പ്രസ്താവിച്ചിട്ടുള്ള ഏക വീര്യപ്രവൃത്തിയാണ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ അല്ലെങ്കിൽ ബഹുപുരുഷാരത്തെ പോഷിപ്പിച്ചതായിട്ടുള്ള ഈ സംഭവം. 5 അപ്പവും 2 മീനും കൊണ്ട് ബഹുപുരുഷാരത്തെ പോഷിപ്പിച്ചതായിട്ടുള്ള ഈ സംഭവം. അവിടെ പുരുഷന്മാർ തന്നെ 5000-ഓളം
അപ്പോൾ അവരുടെ കൂടെ സ്ത്രീജനങ്ങളുണ്ട്, അവരുടെ കൂടെ കുട്ടികളുണ്ട്, എല്ലാം കൂടെ കുറഞ്ഞത് ഒരു 20,000 പേരെങ്കിലും കാണുമെന്ന് കൂട്ടാം. അതുകൊണ്ടാണ് ഞാൻ ബഹുപുരുഷാരം എന്ന് പറഞ്ഞത്. ഇത് 3 സുവിശേഷങ്ങളിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് അവർ പ്രസ്താവിക്കുമ്പോൾ കർത്താവിന്റെ വീര്യപ്രവൃത്തി മാത്രം പ്രസ്താവിച്ചിട്ട് പോവുകയാണെങ്കിൽ, യോഹന്നാൻ അവിടെ കർത്താവ് പ്രവർത്തിച്ചിട്ടുള്ള വീര്യപ്രവൃത്തിയുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താകുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളത് കൂടെ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം കൂടി അതാണ്. മറ്റ് സുവിശേഷകന്മാര് വീര്യപ്രവർത്തികൾ മാത്രം പ്രസ്താവിച്ചു പോകുമ്പോൾ യോഹന്നാൻ അതോടുകൂടി ആ വീര്യപ്രവർത്തികളുടെ ആ ഉള്ളടങ്ങിയിരിക്കുന്ന തത്വം കൂടെ കർത്താവ് പ്രസ്താവിച്ചിട്ടുള്ളത് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ 38 വർഷമായിട്ട് തളർന്നു കിടന്നിരുന്ന ഒരു മനുഷ്യനെ, ബെഥസ്ദ എന്ന് പറയുന്ന കുളക്കടവിൽ തളർന്നു കിടന്നിരുന്ന ഒരു വ്യക്തിയെ നമ്മുടെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നടത്തുകയാണ്. അതിനുശേഷം നമ്മുടെ കർത്താവ് ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അത് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ജീവിപ്പിക്കുന്ന കർത്താവാണ്, നിത്യജീവൻ കൊടുക്കുന്നവനാണെന്നുള്ള ആ അരുളപ്പാട് അല്ലെങ്കിൽ ആ ആശയം കൂടെ അവിടെ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 9-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പിറവിയിലെ കുരുടനായിരുന്ന ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു, അവന് കാഴ്ച നൽകുന്നു. അതിനു മുമ്പായി തന്നെ 8-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് അതിന്റെ തത്വം പറയുന്നുണ്ട്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ലോകത്തിൽ വെളിച്ചമുള്ളവനാകും. അതുപോലെ തന്നെ 6-ാം അധ്യായത്തിൽ ഈ 5 അപ്പവും 2 മീനും കൊണ്ട് ബഹുപുരുഷാരത്തെ പോഷിപ്പിക്കുന്ന ആ സംഭവം പ്രസ്താവിച്ച ശേഷം അതോടുകൂടെ നമ്മുടെ കർത്താവ് പറയുന്നു, ഞാൻ നിത്യജീവന്റെ അപ്പമാകുന്നു. ആമേൻ. താൻ നിത്യജീവന്റെ അപ്പമാകുന്നു എന്നുള്ള ആ തത്വം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് അതും വായിക്കുവാൻ കാണുന്നുണ്ട്. അതെ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നുവെന്ന് നമ്മുടെ കർത്താവ് ഈ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതോട് ചേർന്ന് കർത്താവ് പ്രസ്താവിക്കുന്നുണ്ട്. 5 അപ്പവും 2 മീനും കൊണ്ട് ബഹുപുരുഷാരത്തെ പോഷിപ്പിക്കുന്ന ഈ സംഭവം ഞങ്ങൾക്ക് 4 സുവിശേഷങ്ങളിലുമുണ്ട്. അപ്പോൾ ഇന്ന് രാത്രികാലം നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഈ വായിച്ച വേദഭാഗത്തോടൊപ്പം തന്നെ മത്തായിയിലും മർക്കോസിലും ലൂക്കോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഉദ്ധരിച്ചുകൊണ്ടായിരിക്കും ഇന്ന് രാത്രികാലം നാം അത് പഠിക്കുവാൻ ശ്രമിക്കുന്നത്. നമ്മളത് പഠിക്കുന്നുടനെ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. 30 മുതൽ 34 വരെ, മർക്കോസ് 6-ന്റെ 30 മുതൽ 34 വരെ. മതി. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഇതാണ്. ശിഷ്യന്മാര് ദീർഘമായ ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് യേശുവിന്റെ അടുക്കൽ മടങ്ങി വന്നതായിരുന്നു. ലൂക്കോസ് 9-1-2 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അവൻ 12 വരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു, ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു. അങ്ങനെ അവർക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാനും വ്യാധികളെ സൗഖ്യമാക്കുവാനും അധികാരം കൊടുത്ത് ദൈവരാജ്യം പ്രസംഗിക്കുവാനായിട്ട് അഭിഷേകം ചെയ്ത് കർത്താവ് അവരെ അയച്ചതായിരുന്നു. അവരാ ശുശ്രൂഷയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ നമ്മളിപ്പോൾ വായിച്ച മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ച വേദഭാഗത്തിൽ നമ്മൾ കാണുന്നു, അവർ ക്ഷീണിച്ചു വന്നതുകൊണ്ട് കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ അല്പം ആശ്വസിച്ചു കൊള്ളുകയില്ലെന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അവരുടെ ക്ഷീണം കാരണം അവർക്ക് അല്പം വിശ്രമം
കർത്താവ് അവരുമായിട്ട് ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നാൽ ആ ശിഷ്യന്മാർക്ക് ലഭിച്ച വിശ്രമം എന്ന് പറയുന്നത് പടകിൽ ഏതാനും മണിക്കൂറുകൾ യാത്ര ചെയ്ത് ആ സമയത്ത് ലഭിച്ച വിശ്രമം മാത്രമായിരുന്നു. അവർ യാത്ര ചെയ്ത് ഗലീല കടലിന്റെ അക്കരെ എത്തുമ്പോഴത്തേക്കും ജനം മുഴുവൻ യേശുവിന്റെ അടുക്കലേക്ക് ഈ ഗലീല കടല് ചുറ്റിയോടി അവരെല്ലാം യേശുവിന്റെ അടുക്കലെത്തി. ഗലീല കടൽ എന്ന് പറയുന്നത് വലിയൊരു തടാകമാണ്. 53 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു വലിയ തടാകമാണ്. ആ തടാകത്തിന് ചുറ്റിയോടി യേശുവും ശിഷ്യന്മാരും അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ ജനവും യേശുവിന്റെ അടുക്കൽ എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അവരെ കാണുമ്പോൾ, കർത്താവ് അവരെ കാണുമ്പോൾ എന്താണ് കാണുന്നത്? അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരിക്കുന്നത് കണ്ട് അവരോട് മനസ്സലിഞ്ഞു. അവരോട് മനസ്സലിഞ്ഞിട്ട് എന്താണ് ചെയ്തത്? ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിച്ചു. മർക്കോസ് 6:34 അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇസ്രായേല് ഇടയനില്ലാത്ത ആടുകളെ പോലെ ദൈവത്തിന്റെ ജനമായിരുന്ന ഇസ്രായേൽ ആയിരുന്നു. എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ 34-ാം അധ്യായത്തിൽ എസെക്കിയേൽ 34-ന്റെ 2-3 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട് അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ ഇടയന്മാരെ പറ്റി യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ഇടയന്മാരായിരുന്ന പുരോഹിതന്മാര്, അവരുടെ പ്രവാചകന്മാര് ആടുകളെ മേയ്ക്കാതെ അവയുടെ മേധസ് തിന്നുന്നവരായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഇടയനില്ലായ്ക കൊണ്ട് ആടുകൾ ചിതറിപ്പോയിട്ട് അവർ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു. ഇസ്രായേലിന്റെ അവസ്ഥ ഏതാണ്ട് വിപരീതമായിരിക്കുന്നുവെന്ന് ആ യെഹെസ്കേൽ പ്രവാചകനിലൂടെ അരുളി ചെയ്തുവെങ്കിൽ, നമ്മുടെ കർത്താവിന്റെ ഐഹിക ശുശ്രൂഷ നടന്നിരുന്ന കാലഘട്ടത്തിലും ഇസ്രായേലിന്റെ പരീക്ഷന്മാര്, അവരുടെ ന്യായശാസ്ത്രിമാർ, അവരുടെ പുരോഹിതന്മാര് ഇതുപോലെ മേധസ് തിന്നുന്ന ആ ഇടയന്മാരെ പോലെ ആയിരിക്കുകയാണ്. ആടുകൾ ചിതറിപ്പോകുന്ന ഒരവസ്ഥ. അങ്ങനെ ചിതറിപ്പോകുന്ന ആടുകളായിരിക്കുന്ന ജനത്തെ കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ട് കർത്താവ് അവരെ കൈക്കൊണ്ടു. കർത്താവ് അവരോട് ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുകയാണ്. അവൻ പടകിൽ നിന്ന് ഇറങ്ങി വലിയ പുരുഷാരത്തെ, അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവൻ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. നല്ല ഇടയൻ, വലിയ ഇടയനായിരിക്കുന്ന യേശു ക്രിസ്തു, ഇടയ ശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവ് അവരോട് മനസ്സലിഞ്ഞിട്ട് ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് ഉപദേശിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9:11 ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ പറയുന്നു, അത് പുരുഷാരമറിഞ്ഞവനെ പിന്തുടർന്നു, അവൻ അവരെ കൈക്കൊണ്ടു, ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെയൊക്കെ സൗഖ്യമാക്കുകയും ചെയ്തു. യേശു അവരെ കൈക്കൊള്ളുകയും ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിക്കുകയും പിന്നെ രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. നമ്മുടെ ഉള്ളിലെ അവസ്ഥ കണ്ടിട്ട് നമ്മോട് മനസ്സലിയുന്നവനായ, നമ്മെ കൈക്കൊള്ളുന്നവനായ ഒരു ഇടയൻ നമുക്കുള്ളത് കൊണ്ട് ഇന്ന് സന്ധ്യാസമയം നമ്മുടെ കരങ്ങളിൽ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൻ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരിക്കുന്ന ജനത്തെ കൈക്കൊള്ളുക മാത്രമല്ല, അവരോട് ദൈവരാജ്യത്തെ കുറിച്ച് അറിയിക്കുകയും അവർക്ക് രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. ശ്രദ്ധിക്കണം, ആദ്യം എന്താണ് ചെയ്യുന്നത്? അവർക്ക് ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് അറിയിച്ചു. മത്തായിയുടെ സുവിശേഷം 6:33 കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ആദ്യം അന്വേഷിക്കേണ്ടത് എന്താണ്? ദൈവരാജ്യവും നീതിയുമാണ് അന്വേഷിക്കേണ്ടത്.
ആമേൻ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അപ്പൻ അറിയാം. അതൊക്കെ നമുക്ക് നൽകിത്തരും. രോഗശാന്തി വേണമെങ്കിൽ രോഗശാന്തി നൽകിത്തരും. അപ്പം വേണ്ടവർക്ക് അപ്പം നൽകിത്തരും. നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്നവനാണ്. നമ്മൾക്ക് വേണ്ടതെല്ലാം നൽകിത്തരുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. പക്ഷെ ദൈവജനം എന്തിനായിട്ടാണ് വാഞ്ചിക്കേണ്ടത്? ദൈവജനം എന്തിനായിട്ടാണ് അവന്റെ അടുക്കൽ ചെല്ലേണ്ടത്? അവന്റെ അടുക്കൽ ചെല്ലേണ്ടത് അവന്റെ രാജ്യവും നീതിയും. അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുകയും. ഇന്ന് പലപ്പോഴും എന്താണ് ഇന്നത്തെ ഒരു ആധുനിക പെന്തക്കോസ്തുകാരുടെ ഒരു സംസ്കാരം ഇങ്ങനെ ആയിട്ടുണ്ട്. ആരോ ചിലർ പറയുകയുണ്ടായി, വണ്ടി മുന്നിലും കാള പുറകിലുമായിരിക്കുന്ന അവസ്ഥയാണ്. നാം അന്വേഷിക്കേണ്ടത് എന്താണോ അതിനെ പുറകിലെറിഞ്ഞ് കളഞ്ഞിട്ട് മറ്റു പലതിനെയും മുന്നില് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് പലർക്കുമുള്ളത്. യോഹന്നാന്റെ ഈ സുവിശേഷത്തിൽ തന്നെ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ ജനമെല്ലാം അവർ കർത്താവിന്റെ സന്നിധിയിലായിരുന്നു. അവർക്ക് ആവശ്യമായ ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ചുള്ള വചനമെല്ലാം കർത്താവ് കൊടുത്ത ശേഷം അവർ ചോദിക്കാതെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അപ്പവും അവൻ നൽകിക്കൊടുത്തു. പിറ്റേന്നാൾ ജനമെല്ലാം യേശുവിനെ അന്വേഷിച്ച് കഫർന്നഹൂമിലെത്തുമ്പോൾ 6:26-27 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6:26-27. ആ ആ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ നിങ്ങൾ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ആമേൻ. യേശു നൽകി തന്ന അപ്പമാണെങ്കിലും, യേശു വാട്ടി ഒരുക്കി തന്ന അപ്പമാണെങ്കിലും, ആ അപ്പത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? നശിച്ചു പോകുന്ന അപ്പം. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഭൗതികമായിട്ടുള്ള എന്ത് നന്മയുണ്ടെങ്കിലും ഉണ്ടല്ലോ, അതെല്ലാം നശിച്ചു പോകുന്നത് മാത്രമാണ് പ്രിയമുള്ളവരെ. കർത്താവ് നമുക്ക് രോഗസൗഖ്യം തന്നാലും ഒരു നാൾ നാം മരിച്ചു പോകും. കർത്താവ് നമുക്ക് ലോകത്തിൽ സമ്പത്തും സമൃദ്ധിയും തന്നാലും അതെല്ലാം നശിച്ചു പോകുന്നതാണ്. അതെല്ലാം പുഴുവും തുരുമ്പെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്? നിത്യജീവനിലേക്ക് നിലനിൽക്കുന്നവർക്ക് അത് നൽകി തരുവാൻ ഒരു പറ പോലും സാധിക്കത്തില്ല. അത് നൽകി തരുവാൻ ഹെരോദ രാജാവിന് സാധിക്കത്തില്ല. അത് നൽകി തരുവാൻ കൈസർക്ക് സാധിക്കത്തില്ല. അത് നൽകി തരുവാൻ ലോകത്തിലെ ഒരു സമ്പന്നനും സാധിക്കത്തില്ല. അത് നൽകി തരുവാൻ സാധിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. ഇന്ന് നിത്യജീവൻ നൽകി തരുവാൻ അവന് നമ്മളോട് കൃപ തോന്നിയിട്ട് അവൻ നമുക്ക് നൽകി തന്ന നിത്യജീവൻ, അതാണ് നമുക്ക് പ്രധാനമായിരിക്കുന്നത്. ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മുടെ അപ്പൻ അറിയാം. അതൊന്നും ചോദിക്കേണ്ട എന്നല്ല പറയുന്നത്. ഓരോ ദിവസവും അത് ചോദിച്ച് ദൈവം നൽകുന്ന നന്മകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. എന്റെ ജീവിതത്തിലും ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതൊക്കെ ദൈവം നൽകി തന്നിട്ടുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഇതൊന്നും അല്ല പ്രധാനം. നമുക്ക് പ്രധാനമായിരിക്കുന്നത് നിത്യജീവനാണ്. നമുക്ക് പ്രധാനമായിരിക്കുന്നത് നിത്യജീവനാണ്. അതിനായിട്ടാണ് നാം കർത്താവിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. അതിനായിട്ട് തന്നെയാണ് നാം വാഞ്ചിക്കേണ്ടത്. അതിനായിട്ട് തന്നെയാണ് നാം അവന്റെ പിന്നാലെ ചെല്ലേണ്ടത്. അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാണ് ഞാൻ വന്നതെന്ന് ആടുകളുടെ നല്ല ഇടയനായി നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവരിടയിലില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. പുരുഷാരം അറിഞ്ഞവനെ പിന്തുടർന്നു. അവനവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. ഈ വിവരമാണ് യോഹന്നാൻ പ്രസ്താവിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ 6:5-6 നാം വായിച്ചത് ഒന്നുകൂടെ വായിച്ചാട്ടെ. യേശു ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. ഓർക്കുക, ഈ ശിഷ്യന്മാര്, ഞാൻ അതിനെ പറഞ്ഞുവല്ലോ, മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടതുമാണ്. ഇവർ ദീർഘമായ ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് തളർന്ന് യേശുവിന്റെ അടുക്കൽ വന്നതാണ്. അവരോട് യേശു ഇത് ചോദിക്കുമ്പോൾ അതിനു മുമ്പായി തന്നെ യേശുവിനോട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് മരുഭൂമിയാണ്, അതുകൊണ്ട് ജനത്തെ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കുവാനാണ് അവർ പറയുന്നത്. ലൂക്കോസിന്റെ
സുവിശേഷം 9:12 വായിച്ചാട്ട് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നത്, ലൂക്കോസ് 9:12, പകൽ കഴിവാറായപ്പോൾ 12 പേർ അടുത്ത് വന്ന് അവനോട്, ഇവിടെ നാം മരുഭൂമിയിലായിരിക്കൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും അവരെ പറഞ്ഞയക്കണം. Let them go, dispose them. അവരെ പറഞ്ഞയക്കുക, ഒഴിവാക്കുക. ശിഷ്യന്മാർ പറയുകയാണ്, ഈ ജനത്തെ ഒഴിവാക്കുക, സന്ധിയായത് മരുഭൂമിയാണ്, അവരെ കുറിച്ച് ഇനിയുള്ള വേടനൊന്നും എടുക്കുവാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ ക്ഷീണിതരാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ ചെറുപ്പത്തിൽ എന്റെ അമ്മയോട് കൂടെ ഞാൻ സന്ധ്യക്കുള്ള യോഗങ്ങൾക്കും മറ്റുമൊക്കെ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ പകൽ യോഗങ്ങൾക്കും ഒക്കെ പോയിട്ടുള്ളത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അന്നത്തെ യോഗത്തിനൊന്നും ഇന്നത്തെ പോലെ സമയക്ലിപ്തതയൊന്നുമില്ല. ഇത് ഇവിടുത്തെ കാര്യം എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ കൂടി പോകുന്ന ചർച്ചിലൊക്കെ ആണെങ്കിൽ 12:30 സഭായോഗം എന്ന് പറഞ്ഞാൽ 12:20 ആകുമ്പോൾ ആളുകൾ ഇങ്ങനെ പാസ്റ്റർ കാണത്തക്ക രീതിയിൽ വാച്ച് നോക്കും. പറയാനിപ്പോ ഉണ്ട്, ഞങ്ങൾക്ക് ഷുഗർ ഉണ്ട്, ഡയബറ്റിക് ആണ്, അതുകൊണ്ട് തക്ക സമയത്ത് പോകണം. എന്നാൽ അന്ന് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ആത്മാവ് നടത്തുന്നത് പോലെ അങ്ങ് പോകുകയാണ്. കർത്താവിന്റെ ദാസനൊക്കെ കൽമലയില് ചർച്ചക്കോടിന്റെ സഭയിൽ ശുശ്രൂഷിക്കുന്ന സമയത്തൊക്കെ ചില 2 മണിയൊക്കെ ആകും തീരാന്. അപ്പൊ ഈ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കുന്നവർക്ക് ഒരു സമയം കഴിയുമ്പോൾ വിശക്കും. അവർക്ക് വല്ല വിധേയനെ വീട്ടിൽ പോയിട്ട് ശാപ്പാട് പഠിച്ചിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി, അവരെങ്ങനെയും ഇതൊന്ന് തീർന്നാ മതി എന്ന് ചിന്തിച്ചിരിക്കും. കർത്താവിന്റെ ശിഷ്യന്മാരും ഏതാണ്ട് ആ നിലയിലായിരുന്നു. ഈ ജനത്തെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് ഇതിനെ ഒന്ന് ഒതുക്കിയിട്ട് വേണം ഞങ്ങൾക്ക് വല്ലതും കഴിച്ചിട്ടൊന്ന് വിശ്രമിക്കാൻ. ഇതാ വിശ്രമിക്കാന്ന് പറഞ്ഞ് ഗുരു ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ പറയുക, അവർക്ക് ഞങ്ങൾ ഇനി ആഹാരം കൊടുക്കണമെന്ന്. പ്രിയമുള്ളവരെ, ലോകത്തിൽ നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്നവരും നമ്മുടെ സ്നേഹിതരെന്ന് പറയുന്നവരുമൊക്കെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മെ ഒഴിവാക്കുവാൻ ശ്രമിച്ചത്. എന്നാൽ ഏത് പ്രതിസന്ധി വന്നാലും, ഏതവസ്ഥ വന്നാലും, ലോകാവസാനത്തോളമില്ല ഞാൻ താളും, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന വാഗ്ദത്തം തന്നവൻ, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നരുളി ചെയ്തവൻ, വാക്ക് പറഞ്ഞാൽ മാറാത്തവനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അവനെ നമുക്ക് വിശ്വസിക്കാം, അവന്റെ പാദപീഠത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. അവനെ നമുക്ക് വിശ്വസിപ്പാൻ അവൻ യോഗ്യനാണ്. ശിഷ്യന്മാർ ഒഴിവാക്കാൻ ശ്രമിച്ചെന്ന് വരാം, സ്നേഹിതന്മാർ നിന്നെ ഒഴിവാക്കുവാൻ ശ്രമിച്ചെന്ന് വരാം, നിന്റെ ബന്ധുമിത്രാദികൾ നിന്നെ ഒഴിവാക്കുവാൻ ശ്രമിച്ചെന്ന് വരാം. ദൈവത്തിന്റെ പൈതലേ, അവൻ നിന്നെ ഒഴിവാക്കുകയില്ല. നിന്റെ വിശപ്പ് അവൻ അറിയുന്നു, നിന്റെ ആവശ്യം അവൻ അറിയുന്നു. നീ ഏത് ഘട്ടത്തിൽ കൂടെ കടന്നുപോയാലും അവിടെ നിന്നെ സഹായിപ്പാൻ മതിയായവനായവൻ, അവിടെ നിന്നെ സഹായിപ്പാൻ നിന്നോട് കരുണയുള്ളവനായ ഒരു ദൈവം നിനക്കുണ്ട്. അവനെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്, അവന്റെ മുഖത്തേക്കാണ് നാം നോക്കുന്നത്. ഇന്ന് സന്ധ്യാസമയം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നാം കടന്നു വന്നിരിക്കുന്നത് അവന്റെ പാദപീഠത്തിലാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഉറപ്പോടെന്ന് പറഞ്ഞേ ആമേൻ. വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒരു ദൈവത്തിന്റെ പാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുകയും. ശിഷ്യന്മാരോട് പറയുകയാണ്, അവർ പറയുന്നു, എങ്ങനെയെങ്കിലും ഈ ജനത്തെ ഒഴിവാക്കുകയും എന്ന് അവർ പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, ലൂക്കോസ് 9:13 വാക്യം വായിച്ചേ. ലൂക്കോസ് 9:13. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരുടെ ആ റിപ്ലൈ വളരെ രസകരമാണ്. 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. എവിടെയാ അവരുടെ പക്കൽ 5 അപ്പവും 2 മീനും? അത് അവരുടെ പക്കലൊന്നും അല്ലെന്നേ. അവിടെ വന്നിരുന്ന ഒരു ബാലൻ, അവന്റെ കയ്യിൽ അവന്റെ അമ്മ അവന് കഴിക്കാൻ കൊടുത്തു വിട്ടതാ. അതിലാ കണ്ടുവച്ചിരിക്കുന്നത്. അതിന്റെ പങ്കുപറ്റാൻ നിൽക്കുന്നവരാ. അവര് പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും അല്ലാതെ. എന്നിട്ട് കൊച്ചന്റെ കണ്ണിലോട്ടൊന്ന് നോക്കിക്കാണും, അല്ലാതെ ഒന്നുമില്ല. അവരെ ആശ്രയിക്കുന്നവൻ പറയുകയാണ്, ഞങ്ങൾ ഇനി ഇവരെ എല്ലാം കൂടെ വഹിക്കണമെന്നാണ് കർത്താവിനോട് ചോദിക്കുന്നത്. മർക്കോസ് 6:37 ഇങ്ങനെ പറയുന്നുണ്ട്. 6:37 മർക്കോസ്, അവൻ അവരോട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട്
അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് പറഞ്ഞു. നോക്കിയേ, ജനത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ശിഷ്യന്മാരുടെ റെസ്പോൺസ് ആണ്. എന്താ കർത്താവേ നീ ഈ പറയുന്നത്? ഈ വലിയ ജനക്കൂട്ടത്തിന് ഇത്രയും പേർക്ക് ഞങ്ങൾ അവരുടെ ബർഡൻ എടുക്കണോ? ഞങ്ങൾ അവരെ തലയിൽ വഹിക്കണോ? ഞങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് മടങ്ങുകയാണ് 6:7. ഫിലിപ്പോസിന്റെ റെസ്പോൺസ് കണ്ടോണം. ഫിലിപ്പോസ് നല്ല കണക്കൊക്കെ അറിയാവുന്ന ആളാണ്. ഫിലിപ്പോസ് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ജനത്തെ മുഴുവനൊന്ന് നോക്കി ഒരു എണ്ണമൊക്കെ ഏകദേശം കണ്ടിട്ടായിരിക്കാം. പുള്ളി പറയുകയാണ്, 200 വെള്ളിക്കാശിന് അപ്പം മതിയാകയില്ല. അത് മതിയാകയില്ലെന്നാ പറയുന്നത്. 200 വെള്ളിക്കാശിന് അപ്പം മതിയാകയില്ല. ഈ 200 വെള്ളിക്കാശ് അവരുടെ കയ്യിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷെ അദ്ദേഹം പറയുകയാണ്, 200 വെള്ളിക്കാശ് ഉണ്ടേ പോലും അപ്പം മതിയാകയില്ല. ഫിലിപ്പോസിന്റെ കണക്കുകൂട്ടൽ ശരിയായിരിക്കാം. പക്ഷേ ഫിലിപ്പോസിന്റെ കണക്കുകൂട്ടലിൽ കാണാതെ പോയൊരു സാധനം, കൂട്ടലിൽ യേശു ഇല്ലാതെ പോയി. ഫിലിപ്പോസിന്റെ കണക്കുകൂട്ടലിൽ യേശു ഉണ്ടായിരുന്നെങ്കിൽ ഫിലിപ്പോസ് പറഞ്ഞേനെ, കർത്താവേ, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ നിനക്കാണോ അസാധ്യമായിരിക്കുന്നത്? നീ ഈ മരുഭൂമിയിലെ മണ്ണിനോട് കൽപ്പിച്ചാൽ ആ മണ്ണ് അപ്പമായി തീരുമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, നീ പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിൽ മോശയ്ക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് മണ്ണ് ഇറക്കി കൊടുത്തതുപോലെ മണ്ണ് ഇറക്കി കൊടുക്കുവാൻ നിനക്ക് കഴിയുമെന്ന് ഞങ്ങൾ അറിയുന്നു. രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കിയത് ഞങ്ങൾ കണ്ടതാ. മുടന്തനായി കിടന്നവനെ എഴുന്നേൽപ്പിച്ച് തുള്ളിച്ചാടി കടക്കുമാറാക്കിയത് ഞങ്ങൾ കണ്ടതാണ്. അങ്ങനെ പലതും പ്രവർത്തിച്ചിട്ടുള്ള നിനക്ക് ഈ ജനത്തെ ആഹാരം കൊണ്ട് തൃപ്തി വരുത്തുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഇങ്ങനെയായിരുന്നു ഫിലിപ്പോസ് പറയേണ്ടിയിരുന്നത്. നമ്മളായിരുന്നെങ്കിൽ അങ്ങനെ പറയില്ലേ? പറയൂ. പറയുന്ന ആരാണ്ട് പറഞ്ഞു, ചുമ്മാ പറയുക, പറയത്തില്ല. നമ്മളായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കഷ്ടമായിരുന്നേനെ. നമ്മളായിരുന്നേനെ പറഞ്ഞേനെ വല്ലവിധനെ ഇതിനെന്ന് പറഞ്ഞയച്ച് ഞങ്ങൾക്ക് വല്ലതും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണമെന്നേ പറയത്തുള്ളായിരുന്നു. കർത്താവിനോട് കൂടെ നടന്ന വീരപ്രവർത്തികളൊക്കെ കണ്ടവനായ ഫിലിപ്പോസ് പറയുകയാണ്, 200 വെള്ളിക്കാശിന് അപ്പം മതിയാകയില്ല. അല്പം ഭക്ഷിക്കേണ്ടതിന് അപ്പം മതിയാകയില്ല. അവൻ പറഞ്ഞത് ഓരോരുത്തരും അല്പം ലഭിക്കേണ്ടതിന് അപ്പം മതിയാകയില്ല. ശിഷ്യന്മാരുടെ കണക്കുകൂട്ടല് ശരിയായിരുന്നു. ഫിലിപ്പോസിന്റെ കണക്കുകൂട്ടല് ശരിയായിരുന്നു. പക്ഷേ അതിലൊരു ശരിക്കുറവുണ്ടായി. അതെന്താണ്? അവന്റെ കണക്കുകൂട്ടലിൽ യേശു ഇല്ലാതെ പോയി. ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദൈവത്തിന്റെ പൈതലെ, ലോകപ്രകാരം നീ നോക്കുമ്പോൾ, നിനക്ക് നോക്കുമ്പോൾ നിന്റെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചെന്ന് വന്നേക്കാം. ലോകപ്രകാരം നീ നോക്കുമ്പോൾ നിന്റെ കണക്കുകൂട്ടൽ എങ്ങും എത്തുന്നില്ല എന്ന് തോന്നിയെന്ന് വന്നേക്കാം. എന്നാൽ നിന്റെ കണക്കുകൂട്ടലിൽ എല്ലാത്തിനും മതിയായവനായ, സകലത്തിനും മതിയായവനും, നമ്മോട് കരുണ കാണിപ്പാൻ മതിയായവനുമായ, നമ്മെ ലോകാവസാനത്തോളം ചുമന്നുകൊള്ളാമെന്ന് വാക്ക് തന്നവനായ യേശുവിനെ കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ അവനൊന്നിനും അപര്യാപ്തനല്ല, അവനൊന്നും അസാധ്യമല്ല. അവൻ സകലത്തിനും മതിയായവനാണ്. ഇന്ന് സന്ധ്യാസമയം ഉറപ്പായിട്ട് നമുക്ക് പറയാം, അവൻ സകലത്തിനും മതിയായവനാണ്. ആമേൻ, ആമേൻ. ഉറപ്പായിട്ട് പറഞ്ഞാട്ടെ, ആമേൻ. 200 വെള്ളിക്കാശ്, അത്രയും വലിയ തുക അവരുടെ പക്കലില്ല. ഇനി ഉണ്ടെന്നിരിക്കട്ടെ, ഈ മരുഭൂമിയില് പല ഹൈപ്പർ മാർക്കറ്റോ വലിയ കാറ്ററിംഗ് കമ്പനിയോ വല്ല ഉണ്ടോ? 200 വെള്ളിക്കാശുമായിട്ട് അങ്ങോട്ട് ചെന്ന ഉടനെ ഇത്രയും വലിയ ജനത്തിന് അപ്പം കിട്ടാൻ അതില്ല. അത് മാത്രമല്ല, ഇനി 200 വെള്ളിക്കാശും കൊണ്ട് കടയും ഉണ്ടെന്നിരിക്കട്ടെ, എന്താ പറഞ്ഞത്? അല്പമേ ലഭിക്കത്തുള്ളൂ, തൃപ്തി വരത്തില്ല. അന്ത്രയോസ്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു ബാലന്റെ കയ്യില് 5 അപ്പവും 2 മീനും കണ്ടിരുന്നു. എന്നിട്ട് അവന് പറയുകയാണ്, ഇത്ര പേർക്ക്. യോഹന്നാൻ 6:9 വാക്യത്തിൽ ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് അന്ത്രയോസ് പറയുന്നു. അന്ത്രയോസ് തന്റെ വിശപ്പ് കണ്ടിട്ട്, വിശപ്പ് കാരണം അവിടെ നടന്നു നോക്കിയിട്ട് ബാലന്റെ പക്കലുള്ള 5 യവത്തപ്പവും 2 മീനും കണ്ടിട്ടിരിക്കുകയായിരുന്നു. അത് പങ്കിടുവാൻ ആ ബാലൻ ഒരുക്കമായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അവന്റെ അമ്മ അവന് കൊടുത്തു വിട്ട ആഹാരമാണ്. അത് പങ്കിടുവാൻ ആ ബാലൻ ഒരുക്കമായിരുന്നു. അതാണ് ഏറ്റവും മനസ്സിലാക്കുവാൻ നമുക്ക് ചിന്തിക്കേണ്ടത്. അത് കൊടുക്കുവാൻ, അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആ ബാലന് മനസ്സുണ്ടായിരുന്നു.
ഒരിക്കലൊരു വെള്ളക്കാരനായ മിഷണറി, അദ്ദേഹം ഒരു പ്രദേശത്തെ കർത്താവിന്റെ മേഖലയിലായിരുന്നപ്പോൾ അവിടെ ഒരു കർഷകനായ വ്യക്തി വിശ്വാസത്തിൽ വന്നു. ആ കർഷകനോട് ഒരിക്കൽ ഈ മിഷണറി ചോദിച്ചു, നിന്റെ പക്കല് 2 നിലങ്ങളുണ്ടെന്നിരിക്കട്ടെ, ഒരു നിലം നീ കർത്താവിന് കൊടുക്കുവാൻ ഒരുക്കമാണോ എന്ന് ചോദിച്ചു. നമ്മളിപ്പോൾ ആമേൻ പറഞ്ഞതുപോലെ അവൻ ആമേൻ ഒരുക്കമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മിഷണറി ചോദിച്ചു, നിന്റെ പക്കൽ 2 ലക്ഷം രൂപ ഉണ്ടെന്നിരിക്കട്ടെ, 1 ലക്ഷം നീ ദൈവത്തിന് കൊടുക്കാൻ ഒരുക്കമാണോ, കർത്താവിന്റെ നാമത്തിന് കൊടുക്കാൻ ഒരുക്കമാണോ? ആമേൻ, ഞാൻ ഒരുക്കമാണ്. അപ്പോൾ ഈ മിഷണറി ചോദിച്ചു, നിന്റെ പക്കൽ 2 ആടുകൾ ഉണ്ടെന്നിരിക്കട്ടെ, ഒന്നിനെ കർത്താവിന് കൊടുക്കുവാൻ ഒരുക്കമാണോ? ആ കർഷകനെ ചൂടായി. നിനക്കറിയാം എന്റെ പക്കൽ 2 ആടുകൾ ഉണ്ടെന്ന്, നീ അതറിഞ്ഞിട്ടല്ലേ എന്നോട് ചോദിക്കുന്നത്? എന്റെ പക്കൽ 2 ആടുകളുണ്ട്, അതറിഞ്ഞിട്ടല്ലേ ചോദിക്കുന്നത്? മനസ്സിലായില്ലേ? ഉള്ളത് ചോദിച്ചപ്പോ ഇല്ലാത്തത് ചോദിച്ചപ്പോ ഒരുക്കമായിരുന്നു. 2 ലക്ഷം ഇല്ലായിരുന്നു, 1 ലക്ഷം കൊടുക്കാൻ ഒരുക്കമാ. 2 നിലം ഇല്ലായിരുന്നു, 1 നിലം കൊടുക്കാൻ ഒരുക്കമാ. പക്ഷെ 2 ആടുണ്ട്, ഒരെണ്ണത്തിനെ കൊടുക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വിധവങ്ങ് മാറി. ഇത് പലരുടെയും സ്വഭാവം ഇങ്ങനെയാണ്. കയ്യിലുള്ളത് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ മടിയാണ്. കയ്യിലുള്ളത് കൊടുക്കുവാന് വലിയ മടിയാ. എന്റെ പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നു. അവരൊക്കെ ചെയ്യുന്നത് അവരുടെ പക്കൽ ഉള്ളത് കൊണ്ടാ. കർത്താവ് എന്തുവാ ചോദിക്കുന്നത്? നിന്റെ പക്കലുള്ളത് ഇങ്ങ് കൊണ്ടുവരാനാണ്. അംബാനിയുടെ പക്കലുള്ളതൊന്നും നമ്മോട് ചോദിക്കുന്നില്ല. നമ്മുടെ പക്കലുള്ളത് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുവാനാണ് കർത്താവ് പറഞ്ഞത്. ഈ 20,000 ജനമുള്ളത് കൊണ്ട് ആ പീലാത്തോസ് അല്ലെങ്കിൽ കൈസറുടെ അരമനയിൽ നിന്നുള്ള അപ്പം കൊണ്ടുവരാനല്ല പറഞ്ഞത്. നിന്റെ പക്കൽ എന്തുണ്ട്? 5 യവത്തപ്പവും 2 മീനും അതിങ്ങ് കൊണ്ടുവരുവാനാ കർത്താവ് പറഞ്ഞത്. ആമേൻ. നമുക്ക് താലന്തുകളുടെ ഉപമയെ അറിയാം. 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്. 5 താലന്തുള്ളവനും 2 താലന്തുള്ളവനും അവന്റെ പക്കലുള്ളത് വ്യാപാരം ചെയ്തു. അത് ഇരട്ടിയാക്കി യജമാനന്റെ പക്കൽ ഏൽപ്പിച്ചു. അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആ സർട്ടിഫിക്കറ്റ് എന്താണ്? നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. ദൈവം നോക്കുന്നത് വിശ്വസ്തന്മാരെയാണ് കേട്ടോ. എന്നാൽ 1 താലന്തുള്ളവന്റെ അടുക്കൽ അവനോട് കർത്താവ് ഒത്തിരി ഒന്നും ചോദിച്ചില്ല. അവൻ ആ 1 താലന്ത് വ്യാപാരം ചെയ്താൽ മതിയായിരുന്നു. ആ 1 താലന്ത് വ്യാപാരം ചെയ്യാതെ അവൻ കൊണ്ട് കുഴിച്ചിട്ടു. അവനെ വിളിച്ച പേരെന്താണെന്ന് അറിയാമോ? ഇഷ്ടദാസൻ. ഒരിടത്ത് വിളിച്ചിരിക്കുന്ന കൊള്ളരുതാത്ത ദാസൻ. പ്രിയമുള്ളവരെ, നമ്മുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നത് 1 1 മുറിയോ എത്രയെങ്കിലും ആയിക്കൊള്ളട്ടെ, അതുകൊണ്ട് വ്യാപാരം ചെയ്യുവാൻ, അത് യജമാനങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം ഒരുക്കമാകുന്നുവെങ്കിൽ അതുകൊണ്ട് തൃപ്തി വരുത്തുവാൻ മതിയായവനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സമയം പെട്ടെന്ന് പോകുന്നതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. യജമാനൻ നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് വ്യാപാരം ചെയ്യുവാൻ, അതുകൊണ്ട് വ്യാപാരം ചെയ്ത യജമാനന് വേണ്ടി പ്രവർത്തിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ബാലന്റെ കയ്യിലുള്ളത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? 6-ാം അധ്യായം 10-ാം വാക്യം. ആളുകളെ ഇരുത്തുവീനെന്ന് യേശു പറഞ്ഞു. ഒരാളുകളെ എല്ലാം ഇരുത്തി. ഒന്ന് നോക്കണേ, ആകെ ഉള്ളത് 5 അപ്പവും 2 മീനും. ജനം എത്ര പേരുണ്ട്? കുറഞ്ഞതൊരു 20,000 പേരുണ്ട്. അവിടെ നല്ല പുൽത്തകടിയൊക്കെ. ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവരെയെല്ലാം ഇരുത്തുവീനെന്ന്. എന്തോ കണ്ടോണ്ടാ ഇരുത്തേണ്ടത്? ഇവരെയെല്ലാം ഇരിക്കാൻ പറഞ്ഞിട്ട് വിളമ്പാനൊന്നും ഇല്ലെന്നുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് അടികൊണ്ടു. പക്ഷെ യേശു പറഞ്ഞപ്പോൾ വിശ്വസിച്ചവരെ നിരനിരയായിട്ട് അങ്ങോട്ട് ഇരുത്തി. യേശു പറഞ്ഞത് വിശ്വസിച്ചിരുത്തി എന്നുണ്ടെങ്കിൽ, യേശു പറഞ്ഞത് വിശ്വസിച്ച് പ്രവർത്തിക്കുവാൻ ഇറങ്ങുന്നുവെങ്കിൽ യേശു പ്രവർത്തിക്കുവാൻ ശക്തരാണ്. പ്രിയമുള്ളവരെ, ആ യേശുവിനെ നമുക്ക് വിശ്വസിക്കാം. ജോർജ് മുള്ളർ എന്ന് പറയുന്ന ഒരു ദൈവഭൃത്യനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ജർമ്മനിയിൽ ഉണ്ടായിരുന്ന വളരെ മോശമായി ജീവിച്ചിരുന്ന ഒരു യൗവനക്കാരൻ തന്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്റെ സ്നേഹിതന്മാരിൽ ഒരാൾ പറഞ്ഞു, ഒരാഴ്ചത്തെ ഒരു ബൈബിൾ സ്റ്റഡി നടക്കുന്നു, നിങ്ങൾ അതിലേക്ക് വരുന്നോ? ജോർജ് മുള്ളർ അവിടെ ഒന്ന് കളിയാക്കാമെന്നുള്ള ചിന്തയിൽ കടന്നുപോയതാണ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ജോർജ് മുള്ളറിന്റെ സാക്ഷ്യം അറിഞ്ഞപ്പോൾ ജോർജ് മുള്ളറിന്റെ അപ്പം പറഞ്ഞു, നീ നമ്മുടെ പാരമ്പര്യത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഇനി പഠിപ്പിക്കാൻ 1 രൂപ തരത്തില്ല. ജോർജ് മുള്ളർ ധൈര്യത്തോടെ ഇറങ്ങിത്തിരിച്ച് കർത്താവിന്റെ മുഖം കണ്ടിറങ്ങി. കോളേജിൽ, യൂണിവേഴ്സിറ്റിയില്, തന്റെ ഹോസ്റ്റലില് താനായിരിക്കുകയാണ്. നാളെ ഹോസ്റ്റലിന്റെ ഫീസ് കൊടുക്കേണ്ട അവസാനത്തെ ദിവസം ജോർജ് മുള്ളർ മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്.
നാളെ ഫീസ് കൊടുത്തില്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നും കോളേജിൽ നിന്ന് പുറത്തു പോകണം. മുഴക്കാലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഡോറിൽ ഒരു മുട്ടൽ കേൾക്കാം. അദ്ദേഹം തുറന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഫസറാണ്. പ്രൊഫസർ പറയുകയാണ്, എനിക്കൊരു ടീച്ചിങ് അസിസ്റ്റന്റിനെ വേണം, നിന്നെ അതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. സമർത്ഥന്മാരായ വിദ്യാർത്ഥികളെ, ജൂനിയർ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുവാനായിട്ട് ടീച്ചിങ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റിലാക്കും. അവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. ജോർജ് മുള്ളർ അങ്ങനെ ലഭിച്ച പ്രതിഫലം കൊണ്ട് തന്നെ കോളേജ് പഠനം പൂർത്തിയാക്കി. കർത്താവിന്റെ വേലയ്ക്ക് പോകണം. ജർമ്മനിയിൽ കമ്പൽസറി മിലിറ്ററി സർവീസ്. ജോർജ് മുള്ളറിന് പോയേ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന്റെ മിലിറ്ററി സർവീസിൽ പോകാനും ജനത്തെ വെടിവെച്ചു കൊല്ലാനും മനസ്സില്ല. മാരകമായ ഒരു രോഗത്താൽ ജോർജ് മുള്ളർ കിടപ്പിലായി. ആ രോഗം ഒരു ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് ആയി ജോർജ് മുള്ളറിനെ മിലിറ്ററി സർവീസിൽ നിന്ന് ഒഴിവാക്കി. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് മിഷണറി സർവീസിനായിട്ട്, മിഷണറി വേല ചെയ്യുവാനായിട്ട് വന്നു. ഇംഗ്ലണ്ടിലെ തെരുവുകളിൽ, ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന നഗരത്തിന്റെ തെരുവുകളിൽ നടക്കുമ്പോൾ അനാഥ ബാല്യങ്ങളെ കണ്ടിട്ട് അവർക്ക് വേണ്ടി ഒരു ഓർഫനേജ് ആരംഭിച്ചു. ആ ഓർഫനേജ് പ്രാർത്ഥനയിൽ മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം, യാതൊരു സമ്പാദ്യവുമില്ലാതെ മുള്ളർ മുന്നോട്ട് പോവുകയാണ്. ഒരിക്കൽ 300-ലധികം കുട്ടികൾ, അവർക്ക് ആഹാരം കൊടുക്കണം. രാവിലെ ഹോസ്റ്റലിന്റെ ചുമതലയുള്ള സ്ത്രീ പറയുന്നു, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, അവർക്ക് ആഹാരമില്ല. ജോർജ് മുള്ളർ പറഞ്ഞു, അവരുടെ മുൻപാകെ പ്ലേറ്റ് കൊടുത്തിട്ട് അവരെ ഇരുത്തുവാൻ പറഞ്ഞു. അദ്ദേഹം തന്നെ പ്രാർത്ഥനാ മുറിയിലേക്ക് പോയി പ്രാർത്ഥിക്കുവാൻ മുഴങ്കാലിലിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ഓർഫനേജിന്റെ വാതിക്കൽ ഒരു മുട്ടൽ. അവിടെ ചെന്ന് തുറന്നപ്പോൾ സമീപത്തുള്ള ബേക്കറിയുടെ ഉടമ അദ്ദേഹം പറയുകയാണ്, കഴിഞ്ഞ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഈ ഓർഫനേജിലെ കുട്ടികൾക്ക് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നി. ഞാൻ അതുകൊണ്ട് കുറച്ച് ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഈ കുട്ടികൾക്കായിട്ട് ഇങ്ങോട്ട് എടുക്കട്ടെ. ജോർജ് മുള്ളർ അത് സ്വീകരിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും വാതിക്കൽ മുട്ടൽ. അദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ എന്താണ്, ഒരു പാൽക്കാരൻ, വലിയ ഒരു പാൽവണ്ടി ഈ സ്ഥാപനത്തിന്റെ വാതിക്കൽ വന്ന് അത് ബ്രേക്ക് ഡൗൺ ആയി, ടയർ പഞ്ചറായി. അല്പസമയം കഴിഞ്ഞാൽ പാല് മുഴുവൻ പിരിഞ്ഞു പോകും. അങ്ങനെ വന്നിട്ട് ചോദിക്കുക, എന്റെ പാല് ചീത്തയാകുന്നതിന് മുമ്പ് ഇവിടെ തരുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കത് സ്വീകരിക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം അത് സ്വീകരിച്ചു. ആ 300 കുട്ടികളും സമൃദ്ധിയായിട്ട് ആഹാരം കഴിച്ചിട്ട് കോളേജിൽ സ്കൂളിൽ പോകുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, കർത്താവ് വിളിച്ചെങ്കിൽ, കർത്താവാണ് വിളിച്ചതെങ്കിൽ, അവന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങുന്നുവെങ്കിൽ കർത്താവ് നടത്തുവാൻ മതിയായവനാണ്. നിന്റെ പക്കലുള്ളത് എന്താണോ അത് അവന്റെ പക്കൽ ഏൽപ്പിക്കുന്നുവെങ്കിൽ അവൻ അതിനെ വാഴ്ത്തി നുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് തൃപ്തി വരുത്തുവാൻ അവൻ മതിയായവനാണ്. മത്തായിയുടെ സുവിശേഷം 14:18 ഈ സംഭവത്തോടെ ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനെ കാണുന്നു. ഈ അപ്പത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുക, അതിങ്ങ് കൊണ്ടുവരുവീൻ. 5 യവത്തപ്പോൾ 2 മീനുണ്ട്, അതിങ്ങ് കൊണ്ടുവരുവീൻ. കർത്താവിന് വേണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മന്ന ഇറക്കാം, പറ്റില്ലേ? പറ്റും. എന്നാൽ കർത്താവ് പറയുക, നിന്റെ പക്കലുള്ളത് നീ കൊണ്ടുവരുവീൻ. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം പറയാം, കർത്താവിന് നമ്മുടെ കയ്യിലുള്ളത് ഒന്നും ആവശ്യമില്ല. സുവിശേഷം അറിയിക്കുവാൻ പോലും നമ്മെ ആവശ്യമില്ല. ഒരു ദൂതനെ ഇറക്കിയ ലോകം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് പ്രസംഗിക്കുവാൻ കർത്താവിന് സാധിക്കും. പക്ഷേ ദൈവത്തിന്റെ കൃപയാണ് നമ്മെ ഈ പ്രവർത്തികൾക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം നമ്മോട് അവൻ കരുണ ചെയ്ത്, നമ്മോട് കൃപ ചെയ്ത് അവന്റെ ശുശ്രൂഷകളിൽ നമ്മെ ഉപകരണങ്ങളാക്കി തീർത്തിരിക്കുന്നത് കൊണ്ട് നാം ദൈവത്തിന് മഹത്വം കരയറ്റണം. ഈ വലിയ പ്രദേശത്ത് നമ്മളെക്കാൾ മിടുക്കന്മാർ ആരുമില്ലാഞ്ഞിട്ടല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായത്, നികൃഷ്ടമായത്, ഏതുമില്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ നമ്മുടെ മിടുക്ക് നോക്കിയിട്ടല്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മിടുക്ക് നോക്കിയിട്ടല്ല, നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല, ദൈവത്തിന്റെ കൃപയാൽ നമ്മെ അവൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയാൽ അവൻ നമ്മെ തിരഞ്ഞെടുത്ത് അവന്റെ പ്രവർത്തികളിൽ നമ്മെ കൂട്ടാളികളാക്കിയിരിക്കുന്നു. അവന്റെ പ്രവർത്തികളെ നമ്മെ പങ്കാളികളാക്കി തീർത്തിരിക്കുകയാണ്. 2004 ജൂൺ മാസം 4-ാം തീയതി ഷാർജയിലുള്ള കുവൈറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ 39 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അഡ്മിറ്റ് ആകുന്നു. അദ്ദേഹത്തിന്റെ മകന് 5 വയസ്സുണ്ട്. അവന്റെ 5 വയസ്സിൽ അവന്റെ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതാണ്. ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നുകൊണ്ട് ആ വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്റെ അപ്പൻ എന്റെ 5 വയസ്സിൽ മരിച്ചു, ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു.
നീ എനിക്കൊരു മുട്ടും വരുത്തിയില്ല എങ്കിലും ലോകപ്രകാരം ഒരു അപ്പന്റെ സ്നേഹം അറിയുവാൻ എനിക്കിടയായിട്ടില്ല. എന്റെ മകൻ ഇപ്പോൾ 5 വയസ്സുണ്ട്. എന്റെ സ്ഥിതി എന്റെ മകന് വരുത്തരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇത് 16 വർഷങ്ങൾക്ക് ശേഷം ആ വ്യക്തി നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവിന്റെ നാമം ഘോഷിക്കുവാൻ എനിക്കിടയാകുന്നുവെങ്കിൽ എനിക്ക് പ്രശംസ പറയുവാൻ ഒന്നുമില്ല. ദൈവം എന്റെ ആയുസ്സിനെ കൂട്ടി തന്നതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് ഒരു ഭർത്താവായിരിക്കുവാൻ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പിതാവായിരിക്കുവാൻ എനിക്കിടയാകും. അതോടൊപ്പം അവൻ കരുണ ചെയ്തിട്ട് അവന്റെ വചനം അറിയിക്കുവാനും എന്നെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് അവന്റെ കൃപയൊന്നു മാത്രമാണ്, എന്റെ യോഗ്യതയൊന്നുമല്ല. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൾ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം. വായിച്ചാട്ടെ, ലൂക്കോസ് 17:10. ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. ആമേൻ. ദൈവത്തിന് ആരും ഔദാര്യം കാണിച്ചിട്ടുള്ളതല്ല. ദൈവം നമ്മോട് ഔദാര്യം കാണിച്ച് നമ്മെ തന്റെ വേലയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ദൈവം നമ്മോട് കൃപ ചെയ്തിരിക്കുന്നതാണ്. അവൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം, വിശ്വസ്തന്മാരായിരിക്കുക. നാം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്ന വിളിക്ക് നാം യോഗ്യനായി തീരുവാൻ ഇടയായി തീരണം. മത്തായി 14:18 ഇങ്ങനെ പറയുന്നു, അതിനെ കൊണ്ടുവരുവീനെന്ന് അവൻ പറഞ്ഞു. നിന്റെ പക്കലുള്ളതിനെ അവന്റെ പക്കൽ ഏൽപ്പിക്കുക. ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ എന്താണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കിക്കാട്ടെ. ഒന്ന് വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 6:40 മുതൽ 42 വരെ. മർക്കോസ് 6:40 മുതൽ 42 വരെ. നോക്കുക, 3 കാര്യങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒന്ന്, അവരുടെ പക്കലുള്ളത് അവനെ ഏൽപ്പിച്ചപ്പോൾ അവൻ എന്തോ എടുത്തു? അവൻ അതിനെ എടുത്തിട്ട് വാഴ്ത്തി, പിന്നെ അവൻ അതിനെ നുറുക്കി, പിന്നെ അവൻ അതുകൊണ്ട് തൃപ്തി വരുത്തി. ഇന്ന് സന്ധ്യാസമയം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പതിയേണ്ട ഈ വാക്കുകളാണ്. ഒന്ന്, അവൻ നിന്റെ പക്കലുള്ളതിനെ വാഴ്ത്തും. നിന്റെ പക്കലുള്ളതിനെയും അവനെ ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പൈതലെ അവൻ കരങ്ങളിൽ എടുത്തതിനെ വാഴ്ത്തും. അവൻ വാഴ്ത്തുന്നില്ല എങ്കിൽ നിനക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. അവൻ നിന്നെ വാഴ്ത്തി കഴിഞ്ഞാൽ നീ ഒരു പുതിയ ശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായി തീരും. അപ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ആ ശക്തി, ഈ അത്യന്ത ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ ആ ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് പ്രയത്നിക്കുവാൻ സാധിക്കത്തുള്ളൂ. അവന്റെ പക്കൽ നമ്മെ സമർപ്പിക്കുന്നുവെങ്കിൽ, അവന്റെ പക്കൽ നമ്മെയും നമുക്കുള്ളതിനെ ഏൽപ്പിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ വാഴ്ത്തുവാൻ ഇടയായി തീരും. തന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് എന്താണ്? ഉയരത്തിൽ നിന്ന് ഉള്ള ശക്തി പ്രാപിക്കുവോളം യെരൂശലേമിൽ വസിക്കണം. അവരവിടെ ഇരുന്നു. ആ ശക്തി പ്രാപിച്ചത് കൊണ്ടാണ് അവർക്ക് പിന്നെ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ഇടയായി തീർന്നത്. ഇന്ന് ശക്തി പ്രാപിക്കാതെ പലരും ഭൂലോകത്തെ കീഴ്മേൽ മറിക്കാൻ ഇറങ്ങിയിട്ട് അവർ തന്നെ തലകീഴായിട്ട് മറിയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കണമെങ്കിൽ അവൻ നിന്നെ വാഴ്ത്തണം. അവൻ നിന്നെ വാഴ്ത്തുന്നുവെങ്കിൽ നിന്നെ കൊണ്ട് അനേകർക്ക് തൃപ്തി വരുത്തുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവന്റെ കാര്യങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. യാത്രന്മാരുടെ പുസ്തകത്തിൽ നമ്മളൊരു കഥാപാത്രത്തെ കാണുന്നുണ്ട്, ശിംശോൻ. ശിംശോനെ പറ്റി നമ്മൾ കാണുന്നത് നമ്മുടെ എല്ലാം ചിന്ത പടങ്ങളിലൊക്കെ കാണുന്ന വലിയ ആകാരപുഷ്ടിയുള്ള ഒരു മനുഷ്യനായിട്ടാണ് ശിംശോനെ പടങ്ങളിലൊക്കെ കാണുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ശിംശോൻ നമ്മെ പോലെ ഒരു സാധാരണ രൂപത്തിലുള്ള മനുഷ്യനായിരുന്നിരിക്കാം. കാരണം ശിംശോൻ പലരെയും കൊല്ലുന്നതും ആയിരങ്ങളെ കൊന്നതും അല്ലെങ്കിൽ കട്ടളക്കാലൊക്കെ പറിച്ചു കളഞ്ഞുകൊണ്ട് പുറപ്പെടുന്നതും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്.
യഹോവയുടെ ശക്തി ശിംശോന്റെ മേൽ വന്നു. ആ ശക്തിയാണ് അവനിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഉറങ്ങിക്കിടന്നപ്പോഴും ഫെലിസ്ത്യർ ചോദിക്കുകയാ അവന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന്. ഉറങ്ങിക്കിടക്കുന്ന ശിംശോന്റെ നെഞ്ചിലോട്ട് ഒരു വലിയ കത്തി കയറ്റാൻ അവർക്ക് വലിയ പ്രയാസമില്ലായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ ഒരു ശക്തി ഉണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നു. ദൈവത്തിന്റെ പൈതലെ, നിന്റെ ലോകം കാണുമ്പോൾ നീ ഒരു ചെറിയ മനുഷ്യനായിരിക്കാം, നീ ഒരു വലിയ സമ്പന്നനായിരിക്കത്തില്ല, വലിയ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും കാണത്തില്ല. പക്ഷേ ലോകം നിന്നെ കാണുമ്പോൾ നിന്നിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുവെന്ന് അവർക്ക് അറിയുവാൻ ഇടയാകണം. അങ്ങനെ ഒരു ശക്തി വ്യാപരിക്കുന്നുവെങ്കിൽ മാത്രമേ, അവൻ നമ്മെ വാഴ്ത്തുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് അവന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയാകത്തുള്ളൂ. സമയം കഴിയുന്നുവെന്ന് എനിക്കറിയാം. പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. 19-ാം നൂറ്റാണ്ടിൽ ചൈനയിലേക്ക് ദൈവത്തിന്റെ വചനവുമായിട്ട് കടന്നുപോയ ഒരു ദൈവഭക്തനായിരുന്നു റോബർട്ട് മോറിസൺ. റോബർട്ട് മോറിസൺ ചൈനയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തോട് ഒരുത്തൻ കളിയാക്കുന്ന പോലെ ചോദിച്ചു, മിസ്റ്റർ മോറിസൺ, ചൈന എന്ന വലിയ രാജ്യത്തില് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുവാൻ, വലിയ ആ ഒരു പ്രവൃത്തി ചെയ്യുവാൻ നിനക്ക് സാധിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു. റോബർട്ട് മോറിസൺ പറഞ്ഞു, നോ സർ, ബട്ട് ഐ എക്സ്പെക്ട് ഗോഡ് ക്യാൻ. എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ദൈവത്തിന് അത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ദൈവം നിന്നെ വാഴ്ത്തുന്നുവെങ്കിൽ നീ എന്തായിരിക്കുന്നുവെന്ന് നീ ചിന്തിക്കണം. അവൻ നിന്നെ വാഴ്ത്തിക്കഴിഞ്ഞാൽ ആ നിന്നെ അയക്കുന്ന ശുശ്രൂഷ, അവൻ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ നീ മതിയായവനായിരിക്കും. പെട്ടെന്ന് മുന്നോട്ട് പോകാം. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, അവൻ നിന്നെ വാഴ്ത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തെടുക്കുമെന്നാ പറയുന്നത്? അവൻ നിന്നെ നുറുക്കും. ഈ നുറുക്കുന്ന കാര്യം വെച്ച് വേദനിപ്പിക്കുന്ന കാര്യമാണ് നുറുക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. കായ്ക്കുന്നതിനെയൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ മാളിക്കരയാണ്. ഞാനിവിടെ 11 വർഷമായി ട്രിവാൻഡ്രത്താണെങ്കിലും മാളിക്കരയിൽ തെങ്ങൊത്തിരി ഉണ്ട്. ഇവിടെ തെങ്ങുണ്ടല്ലോ. തെങ്ങിലൊക്കെ തേങ്ങ ഇടാൻ കയറുമ്പം, അന്നൊക്കെ തേങ്ങ ഇടാൻ കയറുന്നവര് തെങ്ങിന്റെ മേളിൽ നിന്ന് കൊതുമ്പും ചൂട്ടും അതിന്റെ പാടി നിൽക്കുന്ന ഓലയും ഒക്കെ വെട്ടിക്കളയും. അങ്ങനെ കൃഷികളെയൊക്കെയും പ്രൂൺ ചെയ്യുക എന്ന് പറയും. ചെത്തി വെടിപ്പാക്കും. ചെത്തി വെടിപ്പാക്കിയില്ലെങ്കിൽ എന്താ പറ്റുന്നത്? വേണ്ട രീതിയിൽ കായ്ക്കത്തില്ല. ഈ ചെത്തി വെടിപ്പാക്കുമ്പോൾ നമ്മളാണ് തെങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടുകൊള്ളുമ്പോൾ വേദനിക്കും, ഇല്ലേ? വെട്ടുകൊള്ളുമ്പോൾ വേദനിക്കുമ്പോൾ നമ്മൾ കരയും. ആ വൃക്ഷത്തിന് വേദനിക്കും. അതുപോലെ തന്നെ കായ്ക്കുന്ന കൊമ്പിനെയൊക്കെ ദൈവം വെട്ടും. ജീവിതത്തിൽ ചില വെട്ടുകളൊക്കെ കൊള്ളുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോഴത്തേക്ക് നിലവിളിയായി, അപ്പോഴത്തേക്ക് നമ്മൾ പ്രവാചകന്മാരുടെ പുറകെ പോവുകയായി, അപ്പോഴത്തേക്ക് നമ്മൾ കണ്ണുനീരായി നിലവിളിയായി. പക്ഷെ നമ്മൾ ഈ വെട്ടുന്നത് എന്തിനാണെന്ന് ചോദിക്കണം. കായ്ക്കുന്ന കൊമ്പിന് വെട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തോട്ടക്കാരൻ നിന്റെ അരികിലാണ്. നീ അധികം ഫലം കഴിക്കാൻ പോകുകയാണ്. നീ വളരെ ഫലം കഴിക്കാൻ പോകുകയാണ്. വെട്ടുകൊള്ളുന്നെങ്കിൽ നീ ഓർത്തോ, തോട്ടക്കാരൻ നിന്റെ അരികിലുണ്ട്. നീ അധികം ഫലം കഴിക്കാനായിട്ട്, നീ വളരെ ഫലം കഴിക്കാനായിട്ടാണ് യജമാനൻ നിന്നെ ചെല്ലുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ആകുന്ന വെട്ടുകൾ ഏൽക്കുമ്പോൾ ഓർത്തുകൊള്ളുക, നീ അധികം ഫലം കഴിക്കേണ്ടതിനാണ് അങ്ങനെ ചെയ്യുന്നത്. റോമാലേഖനം 5:3 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആകയാൽ കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അതുകൊണ്ട് എന്താ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ആ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നമുക്ക് ഈ വെട്ടുകൊള്ളുന്നതൊക്കെ ഒരു പ്രശംസയാണ്. മറ്റുള്ളവരൊക്കെ പറയും, താണ്ട കണ്ടില്ലേ ആ ഉപദേശിക്ക് വന്നിരിക്കുന്നതൊക്കെ, ആ താണ്ട കണ്ടില്ലേ വിശ്വാസിക്ക് വന്നിരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞ് ലോകം നിന്നെ പരിഹസിക്കും. പക്ഷെ ഓർത്തുകൊള്ളുക, നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് നീ കായ്ക്കുന്ന കൊമ്പായത് കൊണ്ട്, നീ വളരെ ഫലം കായ്ക്കേണ്ടതിനായിട്ട്, നീ അധിക ഫലം കായ്ക്കേണ്ടതിനായിട്ട് തോട്ടക്കാരൻ നിന്നെ അരികിൽ നിന്ന് വെട്ടി എറിഞ്ഞു കളയുകയല്ല, അധിക ഫലം കായ്ക്കേണ്ടതിന് ചേർത്ത് വെടിപ്പാക്കുകയാണ്. കഷ്ടതയുണ്ടാകുമ്പോൾ ദൈവത്തിന്റെ പൈതലെ, നിനക്ക് സഹിഷ്ണുത കാണിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അവിടെ സിദ്ധത വെളിപ്പെടും. സിദ്ധത എന്താണെന്ന് അറിയാമോ? പ്രൂവൻ ക്യാരക്ടർ, വെളിപ്പെട്ടിരിക്കുന്ന ദൈവ സ്വഭാവമാണ്. അതിന് പറഞ്ഞിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റഡ് ആണ്.
നമ്മൾ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു സീലുകാർ ക്വാളിറ്റി കൺട്രോളുകാരൻ കുത്തുന്ന മുദ്രയാണ് ടെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്പർ 1 ക്വാളിറ്റി ആണെന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് ഒരു ദൈവത്തിന്റെ പൈതൽ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ സഹിഷ്ണുത കാണിക്കുന്നുവെങ്കിൽ അവനൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. എന്താണെന്ന് അറിയാവോ? ഡിവൈൻ ക്യാരക്ടർ അവനിലുണ്ട്. അവന് ടെസ്റ്റഡ് എന്ന് പറഞ്ഞ് അപ്രൂവ്ഡ് എന്നുള്ള സീൽ കിട്ടുക. അവനൊരു പ്രത്യാശയുണ്ട്. ദൈവത്തിന്റെ പൈതൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ ദൈവം ആ കഷ്ടതകളിൽ കൂടെ നിന്നെ സിദ്ധതയുള്ളവനാക്കി വളർത്തുകയാണ്. കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാൽ 2 കൊരിന്ത്യർ 1:4 അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് തന്റെ ജീവിതത്തിൽ തങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായ കഷ്ടതകളെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 1 നോക്കുക. അപ്പോസ്തലൻ പറയുകയാണ് ഞങ്ങൾക്ക് ചില കഷ്ടങ്ങൾ വരുന്നു, ആ കഷ്ടങ്ങളിൽ ദൈവം ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ കഷ്ടങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നത് എന്താണ്, എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? കഷ്ടം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരാകേണ്ടതിന്. അനുഭവമുള്ള ഒരു ദൈവഭക്തന് മാത്രമേ കഷ്ടതകളിൽ കടന്നു പോകുന്ന ജനത്തെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. അവിടെയും ഇവിടെയും ഉള്ളവരുടെ അനുഭവം വെച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുവാൻ സാധിക്കത്തില്ല. ഒരു ദൈവഭക്തനെ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ പൈതലിനെ ശുശ്രൂഷാ മുഖത്തുള്ള ഒരുവന് ഒരു കഷ്ടമുണ്ടാകുന്നുവെങ്കിൽ എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ ആ കഷ്ടതയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ള കരുത്തുണ്ടല്ലോ, ആ കരുത്തോടുകൂടി അനേകരെ ആശ്വസിപ്പിക്കുവാൻ അവൻ പ്രാപ്തനായി തീരേണ്ടത്. ദൈവജനമേ, ചില ചെറുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ, ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ, ചില നോർക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അത് നമുക്ക് ലഭിക്കുന്ന കാര്യത്തെ അത് ആധിക്യം പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടി കർത്താവ് നമ്മെ ഒരുക്കിയെടുക്കുന്നതാണെന്നുള്ളത് ഓർത്ത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരണം. പൗലോസിന്റെ ജീവിതത്തിൽ മറ്റൊരു അനുഭവം പൗലോസ് പറയുന്നുണ്ട്. കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്റെ ജഡത്തിലൊരു ശൂലം തന്നു. ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ നിഗളിച്ചു പോകാം. അതുണ്ടാകാതിരിക്കാൻ ദൈവജനത്തിന്റെ ജീവിതത്തിലൊക്കെ ചില കഷ്ടതകൾ ദൈവം അനുവദിക്കാം. അതോർക്കുക, അവന്റെ കയ്യിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ വാഴ്ത്തിക്കഴിഞ്ഞാൽ അവൻ നമ്മെ നുറുക്കുവാൻ ഇടയായിത്തീരും. നുറുക്കപ്പെടാത്തവന് പ്രയോജനപ്പെടുവാൻ ഇടയാകത്തില്ല. 40 വയസ്സ് വരെ ഇസ്രായേലിലെ സകല വിദ്യകളും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തികളിലും എല്ലാം മിടുക്കനായി തീർന്ന ഒരു യുവാവ് ഇസ്രായേൽ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഞാനല്ലാതെ പിന്നെ ആരുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. ഒറ്റ ദിവസം, 2-ാമത്തെ ദിവസം നാടൻ ഭാഷ പറഞ്ഞ വാലും ചുരുട്ടി ഓടി മിദ്യാൻ മരുഭൂമിയിൽ പോയി. പിന്നെ 40 വർഷം മിദ്യാനിലെ ആടുകളുടെ ഇടയിൽ ആടുകളെ തീറ്റി ദൈവം അവനെ നുറുക്കി 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 80 വയസ്സാകുമ്പോൾ അടുത്ത 40 വർഷം കഴിയുമ്പോൾ അവനോട് പറയുകയാണ്, എന്റെ മേലെ കേട്ട് നീ വരുവാൻ പറയുമ്പോൾ മോശ ചോദിക്കുവാൻ ഞാൻ എന്തുള്ളൂ, ഞാൻ ഏതുമില്ല എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന ആ പക്വതയിലേക്ക് അവൻ വളരേണ്ടതിന് 40 വർഷം അവനെ നുറുക്കുവാൻ തീർന്നു. ഞാനല്ല, എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് ഇത് ചെയ്യുന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ദൈവത്തിന്റെ പൈതലെ ദൈവം നിന്നെ ചില നുറുക്കലുകളിൽ കൂടെ കടത്തിവിടും. എന്റെ സമയം കഴിഞ്ഞു പോയി, ഞാൻ നിർത്തുകയാണ്. അപ്പോൾ അവൻ നിന്നെ കരങ്ങളിൽ എടുത്താൽ വാഴ്ത്തും, അവൻ നിന്നെ കരങ്ങളിൽ എടുത്താൽ അവൻ നുറുക്കും. അവൻ നുറുക്കി കഴിഞ്ഞാൽ എന്താണ് പറ്റുന്നത്? അവൻ നുറുക്കുന്നത് കൊണ്ട് തൃപ്തി വരുത്തും. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ വായിച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ലൂക്കോസ് 9:16-17. വായിച്ചാൽ യേശുവിന്റെ പക്കൽ അത് ഏൽപ്പിച്ചപ്പോൾ കർത്താവ് അതിനെ വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പോൾ ആ കൊണ്ടുവന്ന ബാലനും തൃപ്തനായി, കൊടുത്തവനും തൃപ്തനായി, അതിൽ കണ്ടുവച്ചിരുന്ന അന്ത്രയോസും തൃപ്തനായി. അവിടെ കൂടി വന്നവർക്ക് എല്ലാം തൃപ്തി വരുവാനുണ്ടായി. അതെ, നമുക്ക് തൃപ്തി വരുത്തുവാൻ സാധിക്കുന്നത് ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവിനാണ്. ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4:14, ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. അവൻ തന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ദാഹം മാറുമെന്ന് മാത്രമല്ല, നമ്മിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെടുവാൻ തീരും.
അനേകർക്ക് തൃപ്തി വരുത്തുവാൻ ഇടയായി തീരും. ആമേൻ. തിമോഥെയോസിനുള്ള ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, അലംഭാവത്തോടു കൂടിയ ദൈവശക്തി വലിയ ആദായമാണ്. അതായത് തൃപ്തിയോടുകൂടി, സംതൃപ്തിയോടുകൂടി. അലംഭാവം എന്ന് പറയുന്നതിന് സംതൃപ്തി, ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് ഓഫ് ഗ്രേറ്റ് ഗെയിൻ. സംതൃപ്തി, ദൈവഭക്തിയോടുകൂടി ദൈവം നൽകുന്ന ഒരു കാര്യമാണ് സംതൃപ്തി എന്ന് പറയുന്നത്. കന്നട്ടയുടെ 2 മക്കളെ പറ്റി നമ്മൾ സാക്ഷ്യവാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. മലയാളത്തിൽ പറയുന്നത് കന്നട്ടയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു. അവരുടെ പേര് തരിക പേരല്ല കേട്ടോ. ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ കാണുന്നത് തരിക എന്ന് കരയുന്ന 2 മക്കളുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, തരിക നീ കരയണ്ട. നാം ദൈവഭക്തി ഉള്ളവരാണെങ്കിൽ നമുക്ക് സംതൃപ്തി വരും, നമുക്ക് തൃപ്തി വരും. അവൻ കൊടുക്കുന്ന ആഹാരം ഭക്ഷിച്ചാൽ നമുക്ക് തൃപ്തി വരും. അവൻ തരുന്ന വെള്ളം കുടിച്ചാൽ നമ്മുടെ ഉള്ളിൽ നിത്യജീവനിലേക്ക് പൊക്കി വരുന്ന നീരുറവയായി തീരും. ആ വെള്ളം അനേകർക്കും തൃപ്തി വരുത്തുവാൻ, അനേകരുടെ ദാഹമടക്കുവാൻ ഇടയായി തീരും. ഇന്ന് പൽക്കാലം അവന്റെ കയ്യിലേക്ക് നമുക്കുള്ളതിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് ഇടയാകുന്നുവെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള അല്പത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അവൻ നമ്മുടെ പക്കലുള്ള അല്പത്തെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അല്ല നമ്മെ തന്നെയും അവന്റെ പക്കൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകുന്നുവെങ്കിൽ അവൻ നിന്നെ വാഴ്ത്തും, അവൻ നിന്നെ ശക്തീകരിക്കും, അവൻ നിന്നെ തുറക്കും. ചില അനുഭവങ്ങളിൽ കൂടി അവൻ നിന്നെ കടത്തിവിടും. ഒടുവിൽ നിന്നെ കൊണ്ട് അനേകർക്ക് തൃപ്തി വരുത്തുവാൻ നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കുവാൻ സാധിക്കുമോ? ഒരു നിമിഷം അവന്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം അവന്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നാം ഇന്ന് കേട്ട ദൈവവചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ വളരെ പ്രതിസന്ധികളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു ഘട്ടമായിരിക്കാം. പക്ഷേ വിശ്വസിക്കുവാൻ മതിയായവനായ ഒരു ദൈവം നമുക്കുണ്ട്. വിശ്വസിക്കുവാൻ മതിയായവനായ ഒരു ദൈവം നമുക്കുണ്ട്. നമ്മെ നടത്തുവാൻ പ്രാപ്തനായ ഒരു ദൈവം നമുക്കുണ്ട്. നമ്മോട് കരുണ ചെയ്യുവാൻ മതിയായവനായ ഒരു ദൈവം നമുക്കുണ്ട്. അവന്റെ പക്കൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പരമപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവത്തിനുപാദപീഠത്തേക്ക് നിന്റെ ജനമായി ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവചനത്തിന് മുൻപാകെ ഞങ്ങളുടെ തലകളെ മടക്കുവാൻ അവിടുന്ന് സഹായിച്ചുവല്ലോ. ഇത് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ചെയ്ത് കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കരുണ ചെയ്തുവല്ലോ. അവിടെ ഞങ്ങളുടെ അവസ്ഥകളെല്ലാം അറിഞ്ഞ് ഞങ്ങളോട് കരുണ ചെയ്യുവാന്, ഞങ്ങളുടെ അവസ്ഥയറിഞ്ഞ് ഞങ്ങളെ കൈക്കൊള്ളുവാന്, ഞങ്ങളെ കൈക്കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ നിത്യജീവനെ നൽകി തരുവാന്, ഞങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾ നൽകി തരുവാന് അവിടുന്ന് മതിയായവനാണെന്ന് ഞങ്ങളോട് അറിയിച്ചുവല്ലോ കർത്താവേ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അത് നിങ്ങളുടെ അനുഭവമായിരിക്കുക. സ്തോത്രം ചെയ്ത് കർത്താവേ, ഇന്ന് വാൽക്കാലം ഞങ്ങളോട് കൃപ ചെയ്ത് ഈ പ്രദേശത്ത് അനേക ശ്രേഷ്ഠന്മാരുണ്ടായിരിക്കെ ദൈവരായി ഞങ്ങളെ തിരഞ്ഞെടുക്കുവാന് കർത്താവിന് കൃപ തോന്നിയല്ലോ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പ അവിടുന്ന് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തണമേ കർത്താവേ. അവിടുന്ന് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തണമേ കർത്താവേ. നീ ഞങ്ങളെ നുറുക്കുന്നുവെങ്കില് ആ നുറുക്കലുകള് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ അരികിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന നുറുക്കലായിരിക്കുകയാണ്. അതിനാൽ അധികം ശക്തി പ്രാപിച്ചുകൊണ്ട് അധികം ഫലം കായ്ക്കുവാന്, വളരെ ഫലം കായ്ക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ കർത്താവേ. ഞങ്ങളെ ചെത്തി എറിയുവാനല്ല, ഞങ്ങളെ നുറുക്കി ഞങ്ങളെ ചെത്തി വെടിപ്പാക്കി അധികം ഫലം കായ്പാന് കർത്താവ് പ്രവർത്തിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അനേകർക്ക് തൃപ്തി വരുത്തുവാന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് മാത്രമാണ് തൃപ്തി വരുത്തുവാൻ മതിയായവൻ. അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ദാഹം മാറ്റുവാൻ മതിയായവൻ. അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ വിശപ്പ് മാറ്റുവാൻ മതിയായവൻ. അവിടുത്തെ പാദമെടുത്തെങ്കിൽ എളിയവനെയും ഈ സമയം ശുശ്രൂഷിക്കുന്ന ദൈവവൃത്തിനെയും ആ ജനത്തെ മുഴുവനും താഴ്ത്തി സമർപ്പിക്കുന്നു. ദേശത്ത് വലിയ ജലം ചെയ്യണം, അറിവിനായിട്ടൊരുക്കണം. സകലമാനവും അവിടത്തേക്ക് യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധമുള്ള നാമം ഇന്ന് രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ അഭിഷേകത്തിനെ ദൈവം നമ്മുടെ മധ്യേ അയച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്തൃവേലയ്ക്ക് അവൻ പുറപ്പെട്ടതിന്റെ പിന്നിൽ എന്തായിരുന്നുവെന്ന് ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നും ഈ പ്രായത്തിലും ദൈവം അവന് പ്രത്യേകമായ ഒരു കോളിംഗ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ലക്ഷങ്ങളുടെ സമ്പാദ്യമായി തൻ്റെ ഈ പ്രായത്തിലും ഷാർജയിൽ തനിക്ക് ജോലി ചെയ്യാനാണ്. പക്ഷേ ദൈവത്തിൻ്റെ പ്രവർത്തിക്കായിട്ട് ദൈവം വാർദ്ധിപ്പിച്ചു. മരണത്തുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
അനേകരുടെ ജീവന്റെ വചനം പ്രസംഗിപ്പാൻ, അനേക ശിഷ്യന്മാരെ പഠിപ്പിച്ച് പുറത്തിറക്കുവാൻ, ദൈവത്തിന്റെ നല്ല വചനം പ്രസ്താവിക്കുന്നതിന്റെ ഭാഗ്യം. ഇന്ന് പകൽ നമ്മുടെ സങ്കീർത്തനത്തിൽ വിശ്വസ്തന്മാരെ കുറിച്ച് ഒന്ന് തൊട്ടുപോയി. കഥാമദാസൻ ഇന്ന് രാത്രിയില് ശക്തമായ ദൈവത്തിന്റെ തൂത്. ആമേൻ. അദ്ദേഹം ഒരു ബൈബിൾ ടീച്ചർ കൂടി ആയതുകൊണ്ട് ആമേൻ ആ ഒരു മെത്തേഡില് ഇന്ന് രാത്രി ദൈവവചനം വിഭാഗിച്ചു. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അനുഗ്രഹവും സന്തോഷമായി കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. 21 ദിവസങ്ങൾ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. വിവിധ നിലവാരത്തിൽ ദൈവം ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ് നമ്മുടെ മധ്യത്തിൽ വചനം ശുശ്രൂഷിക്കുന്നത്. ഞങ്ങൾക്ക് ഇത് അനുഗ്രഹമായി ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുക, തന്റെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യണു. തന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, തന്റെ സഹധർമ്മിണി ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. ഒരിക്കൽ കൂടി ഇവിടെ വരുന്ന ദൈവത്തിന്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് നമ്മുടെ സഭ. അതുകൊണ്ടാണല്ലോ തോമസ് സാർ കഴിഞ്ഞ ദിവസവും പറയുവാൻ ദൈവം നമുക്ക് സമീപവാസിയാണ്. നമ്മളുമായിട്ട് ഒരു 18 കിലോമീറ്റർ മാത്രമേ ആമേൻ സ്തോത്രം അത് എൻ്റെ വീടും നമ്മുടെ ചർച്ചുമായിട്ടുള്ളൂ. അദ്ദേഹം നമ്മെ ഓർത്ത് പ്രാർത്ഥിക്കും. ആമേൻ. പ്രായാധിക്യത്തിലായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ മാതാവ് ഞങ്ങളുടെ തങ്കമ്മ ടീച്ചറെ ഓർത്ത് ഒന്ന് സ്തോത്രം ചെയ്താട്ട് കഷ്ടത്തിന്റെ നാളുകളിൽ ദീർഘമാക്കാതെ പ്രത്യാശയോട് ദൈവത്തിന്റെ സന്നിധി നമ്മുടെ പ്രായമുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവമാതിരിയിൽ സഹായിപ്പാൻ ആമേൻ. ദൈവമക്കൾ പ്രത്യേകം സ്തോത്രം ചെയ്യണം. പല പ്രിയ കുടുംബങ്ങളിലും പ്രായമുള്ള പ്രിയപ്പെട്ടവർ ആമേൻ ഉണ്ട്. ഈ സഭയിലുള്ള ബന്ധത്തിലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ദാസനോടും ഇന്ന് രാത്രി സഭ നന്ദി സ്നേഹം അറിയിക്കട്ടെ. ഇനി ഞങ്ങൾ ക്ഷണിക്കും. അവസരങ്ങൾ ഉള്ളപ്പോൾ വളരണം എന്ന് ഓർപ്പിക്കുമ്പോൾ നമുക്ക് ഇന്ന് രാത്രി എഴുന്നേൽക്കാം. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് ആമേൻ നമ്മുടെ സഹോദരന്മാർ ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ പ്രത്യാശയുടെ ഗാനം പാടി ഇന്ന് രാത്രി ആരാധിച്ച് മടങ്ങുക. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് ശക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം.
വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ മകനാം, ശ്രദ്ധയുള്ള മകനാം, ഹല്ലേലൂയ നിനക്ക് സ്തോത്രം. നീതിമാന്റെ മകനാം, ശ്രദ്ധയുള്ള മകനാം, ഹല്ലേലൂയ നിനക്ക് സ്തോത്രം. പ്രാർത്ഥിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവേ, നല്ലവനാണ് നല്ലവൻ. ഹല്ലേലൂയ പ്രാർത്ഥിക്കാം കർത്താവിനെ, നല്ലവനാണ് നല്ലവൻ. വിടുതലൊന്നും പ്രാപിക്കാം, വിടുതലൊന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദൈവത്തെ നമ്മളിൽ സമാധാനം സന്തോഷം കാലമായി കാത്തുനിൽക്കുന്നു. ദൈവത്തെ നമ്മളിൽ സമാധാനം സന്തോഷം കാലമായി കാത്തുനിൽക്കുന്നു. പ്രാർത്ഥിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവേ, നല്ലവനാണ് നല്ലവൻ. ഹല്ലേലൂയ പ്രാർത്ഥിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവേ, നല്ലവനാണ് നല്ലവൻ. വിടുതലൊന്നും പ്രാപിക്കാം, വിടുതലൊന്നും പ്രാപിക്കാം. യാചിപ്പീനെന്നാൽ ലഭിക്കൂ, അന്വേഷിപ്പീൻ കണ്ടെത്തൂ. യാചിപ്പീനെന്നാൽ ലഭിക്കൂ, അന്വേഷിപ്പീൻ കണ്ടെത്തൂ. മുക്കുവേ തുറന്നു സ്വർഗ്ഗത്തിൽ പരമോന്നതം പ്രാപിക്കാമെത്രയോ നന്മ. മുക്കുവേ തുറന്നു സ്വർഗ്ഗത്തിൽ പരമോന്നതം പ്രാപിക്കാമെത്രയോ നന്മ. പ്രാർത്ഥിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവേ, നല്ലവനാണ് നല്ലവൻ. ഹല്ലേലൂയ പ്രാർത്ഥിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവേ, നല്ലവനാണ് നല്ലവൻ. വിടുതലൊന്നും പ്രാപിക്കാം, വിടുതലൊന്നും പ്രാപിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ മകനാം, ശ്രദ്ധയുള്ള മകനാം, ഹല്ലേലൂയ നിനക്ക് സ്തോത്രം. നീതിമാന്റെ മകനാം, ശ്രദ്ധയുള്ള മകനാം, ഹല്ലേലൂയ നിനക്ക് സ്തോത്രം. പ്രാർത്ഥിക്കാം കർത്താവിനെ, ആരാധിക്കാം കർത്താവേ, നല്ലവനാണ് നല്ലവൻ. ഹല്ലേലൂയ പ്രാർത്ഥിക്കാം കർത്താവിനെ, നല്ലവനാണ് നല്ലവൻ. വിടുതലൊന്നും പ്രാപിക്കാം, വിടുതലൊന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ
ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, നല്ല ഇഷ്ടനായി അടികളെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് പിതാവിന്റെ സന്നിധിയിൽ അടുത്തു വന്ന് കർത്താവിനെ അങ്ങേ സ്തുതിക്കുവാൻ, മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ കർത്താവിനെ കൃപകൾക്കായിട്ട് സ്തോത്രം. ഈ സംസാരിക്കുന്ന ഈ രാത്രിവേളയിലും ശക്തമായി ഉപയോഗിച്ചതിനായി സ്തോത്രം കർത്താവേ. യഥാർത്ഥമായി തന്റെ ജനത്തിന്റെ ആവശ്യങ്ങളെ അറിയുന്നവരായ ദൈവം, മറ്റുള്ളവർ നോക്കുന്നത് പോലെയല്ല. നീ ഞങ്ങളുടെ യഥാർത്ഥമായ അവസ്ഥയെ അറിഞ്ഞ് നീ ഞങ്ങളുടെ ശൂന്യതകളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുന്ന ദൈവമെന്ന ഇന്ന് രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ കർത്താവിന്റെ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കുള്ളതിനെ പിതാവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ, ഞങ്ങൾക്കുള്ളതിനെ പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾ കൊടുക്കുമ്പോൾ, നീ ഞങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ഞങ്ങളിൽ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ, അതിൽ കൂടി നീ ഞങ്ങളെ പണിയുന്നു എന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് അനുവദിച്ചതിനായി സ്തോത്രം. നീ ഞങ്ങളെ ഒരു നാൾ കൈവിടുന്ന ദൈവമല്ല, നീ ഞങ്ങളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഈ രാത്രിവേളയിൽ അടികളെ സമാധാനത്തോടെ അയക്കണം. പ്രിയവിശുദ്ധന്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. കടന്നു വന്ന ദൈവജനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, സഭയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി ഇത്രത്തോളം ബലപ്പെടുത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആർക്കും ഒരു രോഗപ്രയാസം കടന്നു വരുവാൻ ഇടയാകാതെ വണ്ണം പ്രിയമക്കൾ കടന്നു പോകുന്ന സ്ഥാനത്ത് യേശുവേ ചില അത്ഭുതങ്ങൾ നടക്കത്തക്കവണ്ണം, ചില അത്ഭുതകരമായ വിടുതൽ നൽകുന്ന നിലയിൽ, വിടുതൽ കാണുന്ന നിലയിൽ ജനത്തെ അഭിഷേകത്തോടെ ഞങ്ങളത് പരിപൂർണമായി വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന നിലയിൽ ദിവസങ്ങളെ ഒരുക്കത്തേക്കായി സ്തോത്രം താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആശീർവാദത്തോടെ നമുക്ക് പുറകിലേക്ക് പോകാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹ സമാധാനം നമ്മോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും സന്തോഷപരമാകുകയും നിരന്തരമായി ഉണ്ടായിരിക്കുവാനാകട്ടെ. അറിയിക്കപ്പെട്ട പിതാവിന്റെ മഹത്വം